നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലാവസ്ഥ വലിയൊരു മാറ്റത്തിനാണ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അനിശ്ചിതത്വത്തിലേക്കും വ്യതിയാനങ്ങളിലേക്കും വഴിമാറുന്നതായി ആഗോള കാലാവസ്ഥാ നിരീക്ഷകരാണ് മുന്നറിയിപ്പ് നൽകുന്നത്. മുൻകാലങ്ങളിൽ കൃത്യമായ സമയക്രമത്തിലും അളവിലും എത്തിയിരുന്ന മഴ ഇപ്പോൾ തീവ്രമായ മാറ്റങ്ങൾക്കാണ് വിധേയമാകുന്നത്. ചില പ്രദേശങ്ങളിൽ അതിതീവ്ര മഴയും പ്രളയവും അനുഭവപ്പെടുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ വൻ വരൾച്ചയും കടുത്ത മഴക്കുറവുമാണ് പ്രദേശങ്ങളെ വലയ്ക്കുന്നത്. ഈ വർഷത്തെ മൺസൂൺ കണക്കുകൾ പരിശോധിച്ചാൽ പോലും ഈ അസ്ഥിരത വ്യക്തമായി കാണാൻ സാധിക്കും. മൺസൂണിന്റെ തുടക്കമാസമായ ജൂണിൽ രാജ്യത്തുടനീളം വലിയ തോതിലുള്ള മഴക്കുറവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ജൂലൈ മാസത്തിൽ ശക്തമായ തിരിച്ചുവരവുണ്ടാവുകയും സാധാരണ നിലയിലുള്ള മഴ ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഓഗസ്റ്റ് മാസത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും മഴ കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ പ്രവചനം. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന എൽ നിനോ പ്രതിഭാസമാണ് ഇത്തവണത്തെ മൺസൂണിനെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. സമുദ്രോപരിതലത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന അസാധാരണമായ വർധനവ് മൺസൂൺ കാറ്റുകളുടെ ശക്തി കുറയ്ക്കുകയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള മഴയുടെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. സെപ്റ്റംബർ വരെയെങ്കിലും ഇതിന്റെ ആഘാതം തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉയർന്നു വരുന്ന പോസിറ്റീവ് ഇന്ത്യൻ മഹാസമുദ്ര ഡീപോൾ പ്രതിഭാസം ചെറിയൊരു ആശ്വാസത്തിന് കാരണമായേക്കാം. പസഫിക്കിലെ എൽ നിനോ സൃഷ്ടിക്കുന്ന പ്രതികൂല അന്തരീക്ഷത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ താപനില വ്യതിയാനത്തിന് സാധിക്കുമെങ്കിലും അത് മഴയിലെ ആകെ അസന്തുലിതാവസ്ഥ പൂർണ്ണമായി പരിഹരിക്കാൻ പര്യാപ്തമാകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മുഴുവൻ രാജ്യത്തെയും ശരാശരി കണക്കുകൾ നോക്കുമ്പോൾ മഴ സാധാരണ നിലയിലാണെന്ന് തോന്നാമെങ്കിലും പ്രാദേശികമായ വിതരണത്തിൽ വൻ അസമത്വമുണ്ട്. രാജ്യത്തിന്റെ പകുതിയോളം ജില്ലകളിൽ കടുത്ത മഴക്കമ്മിയും ശേഷിക്കുന്ന ഇടങ്ങളിൽ അതിതീവ്ര മഴയുമാണ് അനുഭവപ്പെടുന്നത്. അതായത് ആകെ ഒരു കൂടിക്കുഴഞ്ഞ കാലാവസ്ഥ. കുറഞ്ഞ സമയത്തിനുള്ളിൽ വൻതോതിൽ മഴ പെയ്യുന്ന രീതിയും ഇടവിട്ടുള്ള ദീർഘകാല വരൾച്ചയുമാണ് പുതിയ കാലവർഷത്തിന്റെ പ്രധാന സവിശേഷത. ഇന്ത്യൻ കാർഷിക മേഖല ഇപ്പോഴും 60% കാലവർഷത്തെയാണ് ആശ്രയിക്കുന്നത്. ജൂണിലെ മഴക്കമ്മി ഖരീഫ് വിളകളുടെ വിതയ്ക്കലിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ജൂലൈയിലെ മഴ ആശ്വാസമേകിയെങ്കിലും ഓഗസ്റ്റിൽ വീണ്ടും മഴ കുറയുമെന്ന മുന്നറിയിപ്പ് സോയാബീൻ, നിലക്കടല, നെല്ല്, കരിമ്പ് തുടങ്ങിയ വിളകളുടെ ഉൽപാദനത്തെ ബാധിച്ചേക്കാം. മഴയുടെ സമയക്രമം തെറ്റുന്നത് വിതയ്ക്കലിനെയും വിളവെടുപ്പിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നു. കാർഷിക ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന ഇടിവ് ഗ്രാമീണ മേഖലയിലെ വരുമാനത്തെയും ഉപഭോഗത്തെയും നേരിട്ട് ബാധിക്കും. കൂടാതെ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം കുറയുന്നത് പണപ്പെരുപ്പത്തിനും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും വഴിവെക്കും. അരി, പഞ്ചസാര തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കും കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുന്നത് ആഗോള വിപണിയിലും ചലനങ്ങൾ സൃഷ്ടിക്കും. മഴയുടെ രീതിയിലുണ്ടാകുന്ന വ്യതിയാനം ഡാമുകളിലെയും ജലാശയങ്ങളിലെയും ജലനിരപ്പിനെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ദീർഘകാലം വരണ്ട കാലാവസ്ഥ നിലനിൽക്കുകയും പിന്നീട് ഒറ്റയടിക്ക് അതിശക്തമായ മഴ പെയ്യുകയും ചെയ്യുമ്പോൾ മണ്ണ് വെള്ളം വലിച്ചെടുക്കുന്നതിന് പകരം പ്രളയത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകുന്നു. ഇത് കുടിവെള്ള ലഭ്യത കുറയ്ക്കുകയും ഭൂഗർഭ ജലനിരപ്പ് താഴാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഭൂമിയിലെ ശരാശരി താപനില ഉയർന്നുകൊണ്ടിരിക്കുന്ന ആഗോള താപനമാണ് മൺസൂണിന്റെ സ്വാഭാവിക ഘടന തകരാൻ പ്രധാന കാരണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അന്തരീക്ഷത്തിൽ ഈർപ്പം നിലനിർത്താനുള്ള ശേഷി കൂടുന്നതും കാറ്റിന്റെ ഗതിമാറ്റങ്ങളും മഴക്കാലത്തിന്റെ ദൈർഘ്യവും തീവ്രതയും മാറ്റിയെഴുതുകയാണ്. ഇത് പെട്ടെന്ന് സംഭവിച്ച ഒന്നല്ല, മറിച്ച് ദീർഘകാലമായി സംഭവിക്കുന്ന പാരിസ്ഥിതിക വ്യതിയാനങ്ങളുടെ പരിണിത ഫലമാണ്. മാറിവരുന്ന മൺസൂൺ സാഹചര്യങ്ങളെ നേരിടാൻ ഇന്ത്യ പുതിയ നയരൂപീകരണങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടതുണ്ട്. കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വിത്ത് ഇനങ്ങൾ വികസിപ്പിക്കുക, മികച്ച ജലസേചന സൗകര്യങ്ങൾ ഉടനടി വ്യാപിപ്പിക്കുക, കൃത്യതയാർന്ന മുൻകൂട്ടി വിവരമറിയിക്കാൻ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവ അത്യാവശ്യമാണ്. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി ആധുനിക സാങ്കേതിക വിദ്യകളും പ്രാദേശിക ആസൂത്രണവും സമന്വയിപ്പിച്ചാൽ മാത്രമേ അസ്ഥിരമായ ഈ മൺസൂൺ കാലത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ സാധിക്കൂ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയുടെ ആഘാതം ചെറുതായെങ്കിലും കുറച്ചത് വെള്ളം കുറഞ്ഞ ഡാമുകൾ. എൽ നിനോ ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഇത്തവണ കാലവർഷം കുറഞ്ഞതാണ് ഡാമുകളിൽ വെള്ളം കുറയാൻ കാരണം.
കൃത്യമായ മൺസൂൺ ലഭിച്ചിരുന്നുവെങ്കിൽ ഡാമുകൾ ഇതിനകം നിറഞ്ഞേനെ. അങ്ങനെയെങ്കിൽ ഓഗസ്റ്റ് 1 പുലർച്ചെയുണ്ടായ മിന്നൽ പ്രളയത്തിന്റെ ആഘാതം ചേർന്ന് മറ്റൊരു മഹാപ്രളയവും ഉണ്ടാകുമായിരുന്നു. പ്രധാന ജലവൈദ്യുതി പദ്ധതിയുള്ള ഇടുക്കിയിൽ 1697 മില്ലിമീറ്റർ മഴ കിട്ടേണ്ടിടത്ത് കിട്ടിയത് 893 മില്ലിമീറ്റർ മാത്രം, 48% കുറവ്. സംസ്ഥാനത്തെ രണ്ടാമത്തെ ജലവൈദ്യുതി പദ്ധതിയായ ശബരിഗിരി സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിൽ 1011 മില്ലിമീറ്റർ വേണ്ടെടുത്ത് 919 മില്ലിമീറ്റർ ആണ് കിട്ടിയത്, 9% കുറവ്. വലിയ ഡാമുകളിൽ ശേഷിയുടെ പാതി പോലും ഇനിയും എത്തിയിട്ടില്ല എന്നത് ഇനിയുള്ള മഴയിൽ പ്രധാനമാണ്. ഇടുക്കിയിൽ ഒറ്റ ദിവസം കൊണ്ട് 36.33 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് കൂടിയത്. 449.28 MCMൽ നിന്ന് 485.61 MCMലേക്ക് ശേഷിയുടെ 33% ഇപ്പോഴുള്ളൂ. 2018 പ്രളയകാലത്ത് നാശം അധികമായത് ഇടുക്കി ഡാം തുറക്കേണ്ടി വന്നതുകൊണ്ടാണ്. ശബരിഗിരിയുടെ കക്കി ഡാമിൽ ഒറ്റ ദിവസം കൊണ്ട് 16.50 MCM വെള്ളം കൂടി 170.38 എത്തി, 38.16%. 2018 ഈ ഡാം തുറന്നതോടെ പമ്പ, ഇടക്കുളം, റാന്നി, ആറന്മുള, ചെങ്ങന്നൂർ ദേശങ്ങളിൽ ഇരട്ട ആഘാതമാണ് ഉണ്ടായത്. ഇക്കുറി ഓഗസ്റ്റ് 1 പുലർച്ചെ പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലയിൽ പ്രത്യേകിച്ച് ലാഹിയിൽ അതിതീവ്ര മഴയാണ് ഉണ്ടായത്. ഈ പെയ്തതിൽ വലിയൊരു പങ്ക് കക്കിക്ക് ശേഖരിക്കാനായി. പമ്പ ഡാമിൽ 1.99 MCM കൂടി 62.49 MCM ആയി. ശേഷിയുടെ 16% മാത്രമാണ് ഇപ്പോഴുള്ളത്. മുഴിയാർ ഡാം മാത്രമാണ് ഓഗസ്റ്റ് 1 തുറന്നത്. സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ മഴയെ അതിനെ തുടർന്നുണ്ടായ ദുരന്ത സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമായ ഫണ്ടുകൾ അടിയന്തരമായി വിനിയോഗിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ഇതിനായി ഗ്രാമപഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ, മുനിസിപ്പാലിറ്റികൾക്ക് 2 ലക്ഷം രൂപ, കോർപ്പറേഷനുകൾക്ക് 5 ലക്ഷം രൂപ വരെ അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാനുള്ള അനുമതിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മഴ ശമിച്ച പ്രദേശങ്ങളിൽ മാലിന്യ നീക്കം വേഗത്തിലാക്കുന്നതിനായി ഏകോപിത പ്രവർത്തനം നടത്തണമെന്നും ഒറ്റപ്പെട്ടുപോയ മേഖലകളിലേക്ക് ആവശ്യമായ സഹായങ്ങൾ സമയബന്ധിതമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, റവന്യൂ വകുപ്പ് എന്നിവയുമായി തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്ന് പ്രവർത്തിക്കണമെന്നും ആരോഗ്യ വകുപ്പ്, KSEB, കേരള വാട്ടർ അതോറിറ്റി തുടങ്ങിയ വിവിധ വകുപ്പുകളുമായുള്ള ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി വ്യക്തമാക്കി.